കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ട ക്യാരവനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെ തിരിച്ചറിഞ്ഞു. പട്ടാമ്പി സ്വദേശികളായ മനോജും ജോയലുമാണ് മരിച്ചതെന്നാണ് സംശയം. വടകര റൂറൽ എസ് പി നിതിൻ രാജാണ് 24 ഇക്കാര്യങ്ങൾ പറഞ്ഞത്. AC-യുടെ തകരാറ് മൂലം വിഷവാതകം സൃഷ്ടിച്ചതാകാം മരണകാരണമെന്നും വടകര റൂറൽ എസ് പി 24-നോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. മനോജ് ജോയൽ എന്നാണ് അവരുടെ പേരെന്നാണ് നമുക്ക് കൺഫേം ചെയ്യുന്നതേ ഉള്ളൂ. ഇവര് ഒരു കല്യാണം പാർട്ടി കഴിഞ്ഞ് വരുമായിരുന്നു. അവരവിടെ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയതാവാനാണ് സാധ്യത കാണുന്നത്. പക്ഷേ എന്താണ് കൂടുതൽ എന്നുള്ളത് പരിശോധന ശേഷം മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം പട്ടാമ്പി ചെറുപുഴ സ്വദേശികളാണ്. പട്ടാമ്പിയും ചെറുപുഴയും നേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരവിടെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കാരവാൻ ആയതുകൊണ്ട് അതിൽ നിർത്തിയിട്ട് ഉറങ്ങിയതാവാനാണ് സാധ്യത. വേറെ എന്തെങ്കിലും ഒരു എഞ്ചിന്റെ AC-യുടെ തകരാറ് കൊണ്ടുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മൊമെന്റിൽ അത് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. രാഹുൽ സുരേഷ് കോഴിക്കോടും ചെയ്തു. രാഹുൽ, പ്രാഥമികമായ ചില കാര്യങ്ങളാണ് റൂറൽ എസ് പി സൂചിപ്പിക്കുന്നത്. നിലവിൽ വലിയ രീതിയിൽ ദുരൂഹതകൾ സംശയിക്കുന്നില്ല, പക്ഷെ അങ്ങനെയും ആവാം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ഇത്തരത്തിൽ AC-യുടെ തകരാർ മൂലം വിഷവാതകം ശ്വസിച്ച് മരിക്കുകയാണോ രണ്ടുപേർ? ഇവർ ആരെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നിലവിൽ ലഭിക്കുന്നുണ്ടോ? ഇവർ ഈ ക്യാരവനിലെ ജീവനക്കാരാണോ? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് രാഹുൽ? സുഹൈൽ, പോലീസ് പറയുന്നതനുസരിച്ച് അതിദാരുണമായ ഒരു സംഭവമാണ് വടകരയിൽ ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയിൽ വടകരയ്ക്ക് സമീപം പാലത്താണ് ഈ വാഹനത്തിനുള്ളിൽ നിന്നും 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഒരു ദുരൂഹത, ഒരു സംശയം പുറത്തു വന്നിരുന്നു. പക്ഷേ റൂറൽ എസ് പി പറയുന്നതനുസരിച്ച് ഈ ഘട്ടത്തിൽ ഒരു ദുരൂഹത സംശയിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. റൂറൽ എസ് പി നിതിൻ രാജ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2 പേരാണ് മരിച്ചിട്ടുള്ളത്. പട്ടാമ്പി സ്വദേശികളായിട്ടുള്ള മനോജും ജോയലും. ഇവർ ഈ കാരവാനിൽ കല്യാണത്തിന് ആളുകളെ കണ്ണൂരിൽ ഇറക്കിയിട്ട് തിരികെ വരികയായിരുന്നു. ദൂരയാത്രയുടെ ക്ഷീണത്തിൽ വാഹനം സൈഡിൽ നിർത്തിയ ശേഷം വിശ്രമത്തിനിടെ ഈ AC-യിൽ നിന്ന് ഉണ്ടായ വിഷവാതകം ശ്വസിച്ചാണ് 2 പേരും മരിച്ചതെന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിൽ വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. പ്രാഥമികമായി പോലീസ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ കാര്യം പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഇന്നലെ രാവിലെ മുതലാണ് ഈ വാഹനം ഈ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷെ ഇന്ന് വൈകിട്ടായിട്ടും ഈ വാഹനം ഇവിടെ നിന്ന് മാറാതെ വന്നതോടെ നാട്ടുകാരാണ് ആദ്യം വടകര പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത്. ഒരു ഓറഞ്ച് കളറിലുള്ള കാരവാൻ വാഹനം വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന കാര്യം. തുടർന്ന് വടകര പോലീസ് എത്തി ഈ വാഹനം തുറന്നു നോക്കുമ്പോഴാണ് 2 പേർ ഈ വാഹനത്തിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായി അറിയുന്നത്. തുടർന്ന് വാഹനത്തിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇവരുടെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ ലഭ്യമാവുന്നതും മരിച്ചത് പട്ടാമ്പി സ്വദേശികളായിട്ടുള്ള മനോജും ജോയലുമാണെന്ന വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. സുഹൈൽ പറഞ്ഞ പോലെ തന്നെ ഈ 2 പേരും വാഹനത്തിലെ ഡ്രൈവറും ക്ലീനറുമാണോ എന്ന സംശയത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഈ വാഹനത്തിന്റെ ഉടമ മലപ്പുറം സ്വദേശിയാണെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറും ആകാം മരിച്ചതെന്നാണ് സംശയിക്കുന്നത്. അതിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് പോലീസ് തന്നെയാണ്. റൂറൽ എസ് പി പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തേക്ക് വിടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഇപ്പോൾ വടകര ഡിവൈഎസ്പിയുടെയും വടകര പോലീസിന്റെയും നേതൃത്വത്തിൽ ഈ സംഭവ സ്ഥലത്ത് വിശദമായുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുഹൈൽ, ശരി, വാഹനം നിർത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും വാഹനം അനങ്ങുന്നതോ അതുമായി ബന്ധപ്പെട്ടത് അവിടെ നീക്കുന്നതുമായ നടപടികളൊന്നും നടക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർക്ക് തോന്നിയ ചെറിയ സംശയമാണ്. പോലീസിനെ വിളിപ്പിച്ച് അന്വേഷിച്ചപ്പോൾ കണ്ടവർ ഞെട്ടി. കാരവനിലുള്ള 2 മൃതദേഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ പ്രാഥമികമായ സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ AC-യിലുണ്ടായ വാതക ചോർച്ചയിൽ വിഷവാതകം ശ്വസിച്ച് 2 പേർ മരിച്ചുവെന്ന പ്രാഥമിക വിവരമാണ് പോലീസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന്